ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു Achus ഡിസൈനിങ്. നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പം ഇതിൻ്റെ പാറ്റേണൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട്. അപ്പോൾ ലീഫ് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ, ഷോൾഡർ ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ അതായത് ചെസ്റ്റിൻ്റെയൊക്കെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കത്തക്ക വിധത്തിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലീഫ് ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് നമ്മുടെ ഈ ഒരു സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. കാരണം ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ഡിസൈനാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിതുപോലെ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഓരോ ലീഫിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഞാൻ ഒരു 4 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുള്ളത്. 2 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് 4 സ്ട്രാൻഡ്സിൽ ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട്, അതായത് നമ്മുടെ ലീഫിൻ്റെ തുമ്പ് വന്ന് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് സെൻറ്ററിലേക്ക് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് നീഡിലെടുക്കുക. വീണ്ടും നമ്മളിപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു പോർഷൻ്റെ അവിടെ നിന്ന് കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് അടുത്ത ത്രെഡ് എടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം അടുത്ത ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ലൈൻ പോലെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പിക്ചറിൽ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ഏത് കളർ ത്രെഡ് യൂസ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഗ്രീൻ കളർ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കളറുണ്ടോ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഡിസൈനാണ്. സിമ്പിൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് രണ്ടാമത്തെ പോർഷൻ ഒരു ഭാഗം ചെയ്തു അടുത്ത ഭാഗം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതി. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു ലീഫ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലീഫുകളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ലീഫുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. താങ്ക് യു.